ഹായ് നന്ദുസുളൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ വീട്ടിലാണ്. അപ്പൊ ഇന്ന് വീട്ടിലത്തെ ഒരു ദിവസം എടുക്കാന്ന് വെച്ചു. അപ്പൊ ഇന്നലെ ഞങ്ങള് രണ്ടാളും കൂടി വന്നതാണ്. ഏട്ടൻ ഇന്ന് വർക്കുണ്ട്. അപ്പൊ നല്ലോണം വൈകും രാത്രി വരെ. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ട വെച്ചാൽ ഏട്ടൻ എണ്ണ കൊടുന്നതാണ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഇന്നലെ വന്നു. ഇന്ന് രാവിലെ ഒരു 7 മണിയാകുമ്പോ ഏട്ടൻ വർക്കിന് പോയിട്ടാ. ഏട്ടൻ വർക്കിന് പോയിട്ട് ഞാൻ അമ്മയച്ഛനൊക്കെ കൂടി കുറേ നാൾക്ക് ശേഷം അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നു. ഇന്ന് അമ്മ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോ ഏകദേശം ഒരു കൊല്ലായിണ്ടാവും അമ്മയുടെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട്. അപ്പൊ നമ്മ എനിക്ക് വേണ്ടി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ നല്ല മീൻകറി ചോറക്കുണ്ട് അമ്മരെ. നമുക്ക് ഈ കല്യാണം കഴിഞ്ഞ അമ്മയുടെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത സന്തോഷമാണല്ലോ. അപ്പൊ അമ്മയുടെ ബിരിയാണി കഴിക്കേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പൊ അമ്മ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അവിടെ കുണിക്കൊക്കെ ഭയങ്കര കളിയിലാണ്. അപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടാ. പിന്നത്തെ വിശേഷമൊക്കെ കാണാൻ ഏട്ടൻ വരുമ്പോ എന്തായാലും വൈകും. ഏട്ടൻ വർക്ക് കഴിഞ്ഞാൽ നേരം ഇങ്ങോട്ട് തന്നെ വരും കേട്ടാ. എന്നിട്ട് പിന്നെ നാളെ ഞങ്ങൾ എന്തായാലും പോവുള്ളൂ. നാളെയും വർക്ക് ഉണ്ട്. അപ്പൊ നാളെ പോവുള്ളൂ. അപ്പൊ ഇനി ബാക്കി വിശേഷം കാണാം. എന്താ ചെയ്യാനകത്ത് ഇഷ്ടായ ഞാൻ വാങ്ങി തന്നെ ഇഷ്ടായ? ഹലോ മാമ സംസാരിച്ചില്ല അകത്തു. എന്താണ് സംസാരിച്ചത്? നോക്കിങ്ങടേ കുച്ചി പാപ്പയോ കത്തു പാപ്പയുടെ പോയി വക്കിന് പോയാ? കത്തു വക്കിന് പോയാ? എപ്പ വരും പാപ്പ? ഇപ്പൊ വരുന്നറിഞ്ഞാ? ഇങ്ങനെ കാർത്തു വന്നപ്പോൾ ഞാൻ അടുക്കളയിൽ ഇങ്ങനെ താഴ്ത്തിരുന്ന് ഇങ്ങനെ ഉള്ളിയൊക്കെ നന്നാക്കി ഇരുന്നിട്ട്. അപ്പോൾ അവള് വന്ന പക്ഷേ എൻ്റെ മടിയിൽ വേഗം കയറിയിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വാങ്ങി കൊടുക്കുന്ന സ്ലൈറ്റൊക്കെ കൊടുത്തിട്ട്. വേറെ ഒന്നല്ല, അവൾക്ക് ഈ എഴുതാനും വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അവൾക്ക് ഞാൻ സ്ലൈറ്റ് തന്നെ വാങ്ങി കൊടുത്തത്. അതുകൊണ്ട് തന്നെ കുറേ നേരം കുട്ടി അതും ഇരുന്ന് കളിച്ചു കിട്ടാ. പെട്ടെന്ന് ഒന്നും പൊട്ടിച്ചൊന്നുമില്ല, കുറേ നേരം അതിൽ തന്നെ ഇരുന്ന് കളിച്ചിരുന്നു. അത് കഴിഞ്ഞ് അമ്മ അവിടെ ഭയങ്കര ബിരിയാണി ഉണ്ടാക്കലും തിരക്കിലാണ്. പച്ചൂട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്തെ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ടാണ്. എന്നിട്ട് അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് അവിടെ കുറി നടക്കുന്നുണ്ടായി. അപ്പം അതുകൊണ്ട് അവിടെ പോയതാണ്. പെരുന്നാളിൻ്റെ കുറിയൊക്കെ നടക്കണ്ടേ. അപ്പം അവിടെ പോയിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വന്ന് നേരെ വന്ന് ഞങ്ങൾ ബിരിയാണി കഴിക്കായിരുന്നു കേട്ടോ. അപ്പം അമ്മയുടെ ബിരിയാണി ഞാൻ കുറേ നാൾക്ക് ശേഷം കഴിക്കണതാണ്. ഞാൻ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് ഞാനും കാർത്തും ഏട്ടനെ വെയിറ്റ് ചെയ്ത് കിടക്കലാണ് കേട്ടോ. ഞാനും കാർത്തും കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു. പിറ്റേ ദിവസമായി പിന്നെ ഞങ്ങൾ രണ്ടാളും കാർത്തൂനും കൊണ്ടുവന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ചേട്ടൻ്റെ ബുള്ളറ്റിൽ. അങ്ങനെ കറങ്ങിയൊക്കെ വന്നു. പിന്നെ രാത്രിയത്തെ കുണിക്കിൻ്റെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. ഞാനിരിക്കുമ്പോൾ മടിയിൽ കയറി വന്നിരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ കുണിക്ക്. അപ്പം ചേട്ടനും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുണിക്കോട്. ഇങ്ങനെ കുണിക്കിക്ക് ഇങ്ങനെ കൊഞ്ചിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുണിക്കൻ അങ്ങനെ കൊഞ്ചിക്കാനൊന്നും വന്നിരിക്കലും കുണിക്ക് ഇങ്ങനെ വന്നിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി ഞങ്ങൾ ഇറങ്ങി കേട്ടാ. സത്യം പറഞ്ഞാൽ 2 ദിവസം നിന്നെങ്കിലും വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ചേട്ടൻ ഉണ്ടായില്ലല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ പെട്ടെന്ന് അവിടെ പോയാൽ പെട്ടെന്ന് ദിവസം പോണ പോലെ തോന്നിട്ടാ. അപ്പം ഞാൻ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തപ്പോൾ അവിടെ ലിപ്സ്റ്റിക് ആയിട്ട് അതൊക്കെ ഞാൻ തുടച്ച് കളഞ്ഞ് കൊടുക്കാൻ കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ ഫുഡ് നന്നായി കഴിച്ചോളോ, ക്ഷീണം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. എന്തുണ്ടെങ്കിലും ഫുഡ് കഴിച്ചോളൂ. അതാണ് ഈ കവിളുമൊക്കെ തുടങ്ങുന്നത്. കവിളൊട്ടി എന്നൊക്കെ പറയണേ. എപ്പോൾ വരുമ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഡയലോഗാണ് കേട്ടോ. ഈ പ്രാവശ്യം പാപ്പനും പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ തടി വെച്ചിട്ട് വന്നാൽ മതിയെന്ന്. ഏട്ടനോടും പറയുന്നുണ്ട് ക്ഷീണമുണ്ട്, നന്നായി കോഴിമുട്ടൊക്കെ പുഴുങ്ങിയത് കഴിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പോയി വന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നല്ല, ഒന്നാമത്തെ ഏട്ടനെ ഉണ്ടായില്ല. ഏട്ടൻ വർക്കിന് പോയി. പിന്നെ വരുമ്പോൾ രാത്രി 12 മണിയായിട്ടാ. അപ്പോൾ പിന്നെ ആ നേരത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുണിക്കനും കാർത്തിൻ്റെ ഒക്കെ പിന്നീട് നടന്ന് അങ്ങനെയൊക്കെ ആയപ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മ അന്ന് നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടാണ്. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം 1 കൊല്ലത്തിന് ശേഷം അവരെ ബിരിയാണി കഴിച്ചത്. ഏട്ടനും കുറച്ച് കഴിച്ചില്ല. പിറ്റേ ദിവസം ഏട്ടനെ എടുത്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ ഏട്ടന്ന് റിസപ്ഷൻ്റെ ഫുഡ് കഴിച്ചു വന്നാലും അന്ന് കഴിച്ചില്ല ഏട്ടാ. പിന്നെ വന്നിട്ട് പിറ്റേ ദിവസമാണ് കഴിച്ചത്. ഇഷ്ടമായി അമ്മ ബിരിയാണി? അടിപൊളി, നല്ല പൈനാപ്പിൾ ഇട്ട സാധനം. അപ്പൊ എനിക്കതട്ടെ ഭയങ്കര കുറേ നാൾക്ക് ശേഷം കഴിച്ചാൽ അടിപൊളി, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ബിരിയാണി പ്രത്യേകിച്ച് ഭയങ്കര ടേസ്റ്റാണ്. കുറേ നാളായല്ലോ അമ്മ ഉണ്ടാക്കി ബിരിയാണി കഴിച്ചിട്ട്. പിന്നെ അന്നൊരു വേറെ പ്രത്യേകത ഉണ്ടായി. കുറേ നാൾക്ക് ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും അവരൊക്കെ കൂടെ അമ്പലത്തേക്കും പോയി. ഞാൻ തറവാട്ടമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു കേട്ടോ. അങ്ങനെ ഒക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ കാർത്തൂൻ്റെ പിന്നിൽ ഞാൻ ഞാൻ വ്ളോഗ് എടുക്കാൻ മറക്കൂട്ടെ സത്യത്തിൽ. അതാണ്. പിന്നെ പിറ്റേ ദിവസത്തേക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ ഇങ്ങനെ കുഞ്ഞു ഷോർട്ടുകൾ മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ഇന്നലെ വന്നതാണ് കേട്ടോ. പിന്നെ ഇന്ന് കുറേ പണിയൊക്കെ ഒഴിഞ്ഞു. അമ്മ ഒരു മാങ്ങച്ചാറ്, മീനച്ചാറ്, പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറുണ്ണാൻ ഒരു വലിയ പാത്രം നിറച്ച് കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് മുതിരപ്പേര് മാത്രമേ ഞാൻ വെക്കണുള്ളൂ. അത് വെച്ചാൽ തന്നെ ഇതൊക്കെ കൂട്ടി സൂപ്പറായി ഫുഡ് കഴിക്കാം.
ഏട്ടന് മീനച്ചാർ ഇഷ്ടമായോണ്ടാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മോട് പറഞ്ഞിട്ടുണ്ടായി ഒരു ദിവസം വരുമ്പോ മീനച്ചാർ ഉണ്ടാക്കി തരണമെന്ന്. അപ്പൊ അമ്മ അതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഞങ്ങള് ഒരു ഉച്ചക്ക് എത്തിയതാണ്. പിന്നെ ഷോപ്പിൽ പോയി, പിന്നെ ഷോപ്പിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോ തന്നെ ഒരു സമയമായി. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായി, അതൊക്കെ ചെയ്തു. ഇന്നും കുറേ പണികൾ എടുക്കുന്നുണ്ട്. ഇത്ര ദിവസം പോയി വന്നോണ്ട് മിറ്റും പിന്നെ തുണികളും കുറേ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ പണികൾ. അത് കഴിഞ്ഞ് കുറേ വീഡിയോസ് എടുക്കാനുണ്ട്. പിന്നെ ഏട്ടന് എഡിറ്റിംഗ് ഉണ്ട്. ഏട്ടന് കണ്ടിന്യൂസ് വർക്ക് ആയതുകൊണ്ടാണ് വ്ളോഗ് ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. നമ്മുടെ ഓപ്പണിങ് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞ ഏട്ടൻ ശരിക്കും ഇരുന്നിട്ടില്ല. ഞാനന്ന് വീട്ടിൽ പോയ ദിവസം റെസ്റ്റ് എടുത്തതാണ്. ഏട്ടൻ ശരിക്കും മിഞ്ഞാന്നാണൊന്ന് ഇരുന്നത്, ഒരു ദിവസം ഇരുന്നത്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഞാൻ ഏട്ടനെയും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല, വർക്കിൻ്റെ ക്ഷീണമായിരുന്നു. ഇനിയും അങ്ങോട്ട് വർക്കുകൾ തന്നെയാണ് അല്ലേ. നമ്മുടെ ഷോപ്പ് നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ഇന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് വന്നിട്ട് ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകൂട്ടാ. നമ്മളിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വെച്ചിട്ട് ഇവിടെ ഇരുന്നതാണ്. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ പോവും. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എൻ്റെ മുതിര ഇപ്പൊ 9 വിസിലായെന്നാ തോന്നുന്നു. ട്രോഫി ആയിട്ട് അപ്പൊ നമുക്ക് ബാക്കി വിശേഷം കാണാം. അതെ, ഞാൻ വീഡിയോ ആക്കിയാൽ എത്ര വിസിലടിച്ചെന്ന് കറക്റ്റ് ഓർമ്മയില്ല. എന്നാലും ഏകദേശം അടിച്ചിട്ടുണ്ടാവും. എനിക്കൊന്നുകൂടി വേവിക്കാം. അപ്പൊ മുതിരൊക്കെ ആയിട്ടുണ്ട്, ചായ വെച്ചിട്ടുണ്ട്. നല്ലോണം ഉറങ്ങിയല്ലേ കുഞ്ഞ? നല്ലോണം കിടന്നുറങ്ങി ഞാൻ. ഇന്നലെ നമുക്ക് വീട്ടിൽ നിന്ന് നേരത്തെ കാര്യം വന്ന കാരണം ഉറക്കം അങ്ങനെ നടന്നിട്ടില്ല. ഞങ്ങൾ നേരെ കാലത്ത് എന്റെ ഗുരുവായൂർക്ക് ഒരു ഹാർഡ് ഡിസ്ക് കൊടുക്കാനായിട്ട് ഓടി. അതും കറക്റ്റ് എത്ര മണിക്കാ? ഒരു 7 മണിക്കാണ് നമ്മൾ എനിക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഉറക്കം റെഡി ആകത്തോണ്ട് ഇന്നലെ നേരത്തെ ഒന്ന് കിടന്നുറങ്ങി. ഇന്നും കുറച്ചു നേരം നേരെ വൈകിട്ടാണ് കിടന്ന് എണീച്ചത് അല്ലേ? അല്ല, നേരത്തെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. 10-11 മണി ഉണ്ടാവല്ലോ ഉറങ്ങുമ്പോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർന്നിട്ടാണ് കേട്ടാ. ചോറ് തിളപ്പിക്കുന്നുണ്ട്. ഇനി മുതിര കാച്ചാനുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നാക്കണം. മുതിര ഉപ്പേരി കഴിച്ചിട്ട് മുതിര നമ്മൾ കുറേ നാളായി ഇവിടെ വെച്ചിട്ട്. എന്താ വെച്ചാൽ മുതിര ഉണ്ടായില്ല. നമ്മൾ എന്തൊക്കെ സൂപ്പർ മാർക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ മുതിര വാങ്ങാൻ മറന്നിരുന്നു. പിന്നാള് ഞങ്ങള് പോയപ്പോ വാങ്ങി വെച്ചതാണ്. വീട്ടിൽ പോയപ്പോ മുതിരപ്പേരി കഴിച്ചില്ലേ? പോയ അന്ന് അമ്മോട് നല്ല മീൻകറിയും മുതിരപ്പേരിയും പുളിശ്ശേരിയും ചോറൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അപ്പൊ മുതിരപ്പേരൊക്കെ ഉണ്ടാക്കുക പരിപാടികളാണ്. ചായ കുടിക്കണം. എനിക്കൊരു ശീലമാണ് കാലത്ത് എനിക്കൊരു കട്ടൻ ചായ അല്ല പിന്നെ ചായയാണ് നമ്മുടെ മെയിൻ. അങ്ങനെ കുഞ്ഞ മുതിര വെക്കാണ്. എന്താ നീട്ടല്? എവിടെ നിന്ന് കിട്ടിയ സംസാരം? നിന്റെ സംസാരം എനിക്ക് നീട്ടലൊന്നുമില്ല. ഞങ്ങളെ കൊടുങ്ങില്ല നീട്ടല്. ഞങ്ങള് കുമാരന്മാര് പെട്ടെന്ന് സംസാരം പറയാ. ഇവിടെയാണ് നീട്ടല് അല്ലേ? സത്യം പറ. നീട്ടലുണ്ടോ? തോന്നിട്ടില്ലേ? നിങ്ങളൊരു കാര്യം, ചെറിയൊരു കാര്യം എത്ര വലുതാക്കിയ പറയാ, എത്ര നേരം പിടിക്കും പറയാ. ഞങ്ങൾ ഷോർട്ട് ആയിട്ടല്ലേ പറയുള്ളൂ. ഞങ്ങള് വലിച്ചു നീട്ടിട്ടാ പറയാ. സംസാരം ഞാൻ വന്നിട്ടേ അങ്ങോട്ട് പോയിട്ട് അതല്ലേ എന്ത് പണ്ടാറാണ്. ഞങ്ങളങ്ങോട്ട് വന്നു പോയി കഴിഞ്ഞു. കൊടുങ്ങിൽ വന്നിറങ്ങിയിട്ടേ സ്റ്റാൻഡിലായിരുന്നു. ചില സമയത്ത് ഫോൺ വിളിക്കുമ്പോ ഞാൻ തോന്നാണ്ട് ഈ മനുഷ്യ എന്തിനാ ഇത്രയും കാര്യം നീട്ടി പറയണേ. ചിലവരിനെ അറിയും കൂടി ഉണ്ടാവും. അവരിനെ വിളിച്ചിട്ട് ഒരു കാര്യം ഭയങ്കര ഞാൻ അവിടെ ആയിരുന്നു അവിടെ നിപ്പറങ്ങി അങ്ങനെയൊക്കെ പറയും. അവരെന്തിനാണ് ഇത്ര നീട്ടി പറയണേ? 10 മിനിറ്റിന്റെ അതിങ്ങനെ കാര്യമാണ്. അതിങ്ങനെ നീട്ടി കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു കൊടുങ്ങി കുറച്ച് നീട്ടിലുണ്ടെന്ന്. ഞങ്ങൾ വളഞ്ഞേ പിടിക്കൂ. നമുക്ക് നേരെ പിടിക്കാറില്ല. ഞങ്ങള് നേരെ പിടിക്കും. മുതിയുള്ളവര് നേരെ പിടിക്കും, മുതിയില്ലാത്തൊരു വളഞ്ഞു പിടിക്കും. എല്ലാം ചോദിക്കും ഹീറോ എവിടെ കൂട് കാണുന്ന
ഹീറോനെ കൊണ്ടുവരണം കൊണ്ടുവരണം. നമ്മൾ പോയി വന്നിട്ട് ഇന്നലെ നൈറ്റ് ആയിട്ട് എത്തും 11 കൊടുത്തിട്ടില്ല. ഒന്ന് പോയി കൊണ്ടുവരണം അല്ലേ? അതെ, അവൻ അവിടെ ഡൽഹി ഇവിടെ നല്ല ശരിയാവുള്ളൂ. ഇവിടേക്ക് വരണം എങ്ങനെ? അവൻ എത്രയായാലും ഇവിടെ തന്നെ എത്തണോട്ടാ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഇവിടെ ഒന്ന് കിടക്കണം, എവിടെ പോകണ്ട. ഇവിടെ ചിലപ്പോ ഞങ്ങള് അങ്ങനെയൊക്കെ പോണ പകൽ മൊത്തം വീടിന്റെ ഉള്ളിലാവും. എന്നാ പോലെ അവൻ ഇവിടെ തന്നെ വന്ന് കിടന്നാല് അവനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കൂടിട്ടില്ലല്ലോ, പിന്നെ വാടുമ്പോ ഇല്ലാണ്ടാവും. തെക്കനെ അത് ഇനി ചതച്ചിടണം. ചതച്ചിടേണ്ടി വരും. തട്ടിയിലിട്ട് മുന്നിട്ടത് മറ്റേ സ്റ്റാൻഡ് വേണം. അമ്മയുടെ പോലത്തെ സ്റ്റാൻഡ് വേണമെന്നാണ് ഇവിടെ പറയുന്നത്. അതങ്ങനെ ചെയ്യിച്ചൊക്കെ എന്തായിരുന്നു പിടിച്ചെന്ന് എനിക്ക്. ഞാൻ പക്ഷെ ആ സ്റ്റാൻഡ് വാങ്ങുന്നുണ്ട്. വാങ്ങി കഴിഞ്ഞാൽ അവിടെ പോയി സെറ്റ് ചെയ്യുന്നു. മൊബൈൽ വെച്ച് എന്നോട് ആരുണ്ടാവും കിച്ചണില്. ഇതാകുമ്പോ വീഡിയോ എടുക്കാന്നെങ്കിലും പറഞ്ഞിട്ട് വരുത്താലോ അല്ലേട്ടാ. ഇപ്പൊ ബിസിനസ് മാനായപ്പോ ഭയങ്കര തിരക്കായി. ഫുൾ ടൈം ഫോൺ അല്ലേട്ടാ. ബിസിനസ് ഗേളില്ല പിന്നെയും പണ്ട് വന്നത് പണ്ടത്തെ പോലെ ഒന്നുമില്ല. അല്ലേട്ടാ അല്ലേട്ടാന്ന് കൊറേ നാളെ ചോദിച്ചിട്ട് അവിടെ വെഡിങ് ആനിവേഴ്സറി ആവാറായി. ഇവരുടെ നാളെ വാർത്ത ബ്ലോഗ് വരും കേട്ടാ. നാളെ പുറത്തൊക്കെ പോണം, അമ്പലത്തിലൊക്കെ പോണ്ടേ. നമ്മൾ ഓപ്പണിങ് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകുന്നത് നടന്നിട്ടില്ല ചേട്ടാ. കൊടുങ്ങല്ലൂര് പോയി. ഓപ്പണിങ്ങിന്റെ അന്ന് തന്നെ വൈകിട്ട് പോയി തൊഴുതു. ഉള്ളിൽ കയറാൻ പറ്റിയില്ല, പുറത്തൊന്നും തൊഴുതു വന്നു. പിന്നെ അമ്പലത്തിക്കായിട്ടൊരു നല്ല മസാല ദോശ കഴിച്ച്. മസാല ദോശ ഇഷ്ടമായി തുടങ്ങിയ ദോശ ഇഷ്ടമായി തുടങ്ങി. ഓ ഞാൻ രക്ഷപ്പെട്ടു ടീച്ചറാ. ഇനി ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദോശ ഇഡ്ഡലിയൊക്കെ ഏട്ടന് അത് ഇഷ്ടമില്ലാതെ തന്നെ എപ്പോഴും ഈ മൈദ ദോശയും പുട്ടൊക്കെ കഴിച്ചിട്ട് എനിക്ക് മടുത്തു സത്യത്തില്. ഫോൺ അടിക്കുന്നുണ്ട്. മുതിരെടുക്ക് ഇല്ല. തുമ്മൽ വരാനുള്ള സമയമാണല്ലോ. ചെറിയ തീരൊക്കെ ഉണ്ടായി. കിട്ടോ വെള്ളം കുറേ ഉണ്ടായി. വറ്റിച്ചെടുക്കും. മുതിര കുറേ ഉണ്ട്. ഇട്ട് പോയപ്പോ അളവ് പോയാ കഴിക്കും. പക്ഷെ നമുക്ക് തോന്നട്ടെ കറി ഒരു നേരം എടുത്ത് തരുമ്പോ നമുക്ക് അല്ലേ നമ്മൾ ഈ പാത്രത്തിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുമ്പോ 2 നേരത്തിനൊന്നും ഉണ്ടാവാറുള്ളൂ. ഞാൻ ഏട്ടൻ നന്നായി കറി കൂട്ടണവരായി. ഇപ്പൊ ഏട്ടൻ നന്നായി കറി കൂട്ടി തുടങ്ങി ഇല്ലേ? ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ ചോറ് മീൻകറിക്ക് കഴിക്കാനാണ് തോന്നി. നല്ലോണം കറി കൂട്ടണ്ടേ. ഞാൻ അവിടെ പോയിട്ട് ഇവിടെ ഒരാളുടെ കാര്യം കണ്ട ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൽ നടക്കണ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പോലെ. അയ്യോ അച്ചാറൊക്കെ ഇറക്കി വെക്കട്ടെ. എന്തത് അങ്ങനെ അടുത്ത ഓംപ്ലേറ്റ് ഉണ്ടാക്കിയാണ്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എനിക്ക് ഇഷ്ടമായിട്ടാണ്. എന്തായാലും മുട്ട ഡെയിലി കഴിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുട്ട പുഴുങ്ങി കഴിക്കാനാ പറഞ്ഞേ. പുഴുങ്ങിയത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് സ്കൂളിലേക്ക് പോകുമ്പോ എപ്പോഴും മുതിരപ്പേരി മുട്ട ഓംപ്ലേറ്റ് എങ്ങനെ കൊണ്ടുപോയി. ചെറിയ കുട്ടിയാണ്. എന്താണ് എനിക്കാണ് മൂക്ക ചോറ് എന്തോ കുറച്ചുകൂടി സ്വഭാവമാണ്. എനിക്ക് സ്വഭാവമാണ്. സ്വഭാവം കുറവല്ലേ? ഞങ്ങ മുട്ട വറുത്തെന്ന് പറയുള്ളൂ. നമ്മൾ ഈ തട്ടുകടയൊക്കെ പോയി എന്താ പറയാ മുട്ട വറുത്തത്. ഞങ്ങൾ ഓംപ്ലേറ്റ് എന്നറിയാം. അവര് ഓംപ്ലേറ്റ് ഡബിൾ ഓംപ്ലേറ്റ് എടുത്തേന്നറിയാം.
ശരിക്കും അത് omelette ഇംഗ്ലീഷ്, ആണ്. ഇത് മലയാളം. ഞങ്ങൾ omelette ആണ്. മുട്ട വറക്കണേ വാ കട്ടിയിലിട്ടിട്ട് വറുത്ത അന്നാ ഈ പറ സ്വിച്ചിന്റെ ഇംഗ്ലീഷ് എന്തുട്ടാ മലയാളം എന്തുട്ടാ? പറ. സ്വിച്ചിന്റെ മലയാളം പറ. പറ. സ്വിച്ചിന്റെ മലയാളം പറ. ഞാനല്ല മലയാളം പറയുന്ന ആൾക്കാർ. ഞങ്ങൾ ഓംപ്ലേറ്റ് ഇംഗ്ലീഷിൽ പറയണേ, മലയാളം പറഞ്ഞത് നിങ്ങൾ പറ. എന്ത് യന്ത്രമാണ്? എന്നിട്ട് ഇത് വൈദ്യുതി വിച്ഛേദിക എന്തോ യന്ത്രം ഉണ്ട്, കിട്ടണില്ല. നിങ്ങത് ഇതൊക്കെ എടുക്കണ്ട, കമന്റ് ഇട്ട് കൊല്ലണ്ട. എന്തൊരു യന്ത്രമാണ് അല്ലേ? ഞങ്ങള് മലയാളം പറയണത്. അതിട്ട് ഓഫ് ചെയ്യൂ എന്ന് പറയണം. വൈദ്യുതി പറയാൻ പറ്റില്ല, കട്ട് ചെയ്യണം. കട്ടെന്ന് പറയാൻ പറ്റില്ല. അതെന്ത് കട്ടിന്റെ എന്തിട്ട് ചെയ്യാ? കട്ടിന്റെ അണക്ക. യെസ്, അണക്കുക. അപ്പൊ ഈ മറ്റേ ഞാനല്ലേ? എനിക്കറിയില്ല. എന്താ ഈ മുട്ടയ്ക്ക് ഇങ്ങനത്തെ ഒരു കളറ്? മുട്ടയ്ക്ക അങ്ങനെ ഒരു ആവശ്യം കുത്തിപ്പിടിക്കാൻ പോണേ. അപ്പൊ നല്ല രസമല്ലേ? നല്ല വീഡിയോ കാണാനേ നല്ല ഭംഗി. വീഡിയോയിൽ കാണാൻ നല്ല ഭംഗി. പണിയൊക്കെ കഴിഞ്ഞ് കടയ്ക്ക് ഒരു ആൾക്കാർ വരുമ്പോ പറയണ്ടേ. അപ്പൊ ഇതൊക്കെ ഒതുക്കി അധികം ഒതുക്കാനൊന്നുമില്ല കേട്ടോ. ആകെ 2-3 മാത്രമേ കഴുകാനുള്ളൂ. അതിന് പോ. ഉണ്ടാക്കി വെച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് ഷോപ്പിക്ക് വേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായി. അപ്പൊ ഞങ്ങൾ വേഗം ഷോപ്പിക്ക് വന്നിട്ടാ. ഈ വീട്ടിൽ പോയിട്ട് വേണം ചോറുണ്ടായി. അല്ലാതും ആയിട്ടല്ല, ഈ അടക്കളൊക്കെ വൃത്തിയാക്കി അപ്പോഴേക്കും പെട്ടെന്ന് ഷോപ്പിൽ വേണ്ട ആവശ്യം വന്നു അല്ലേ? അപ്പൊ ഞാൻ കുറച്ച് കാശ് കൊടുക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മള് വീട്ടിൽ പോകും. ക്ഷീണുണ്ടാ? വീഡിയോയില് കാണുമ്പോ പിന്നെ ക്ഷീണം കുറവുണ്ട്. സത്യം പറഞ്ഞ എന്റെ മുഖം കണ്ണാടി കാണാണ്ട് ക്ഷീണം കുറവുണ്ട് വീഡിയോയില് അല്ലേ? അപ്പൊ പോവാ നമുക്ക് ഷോപ്പിക്ക്. വേഗം വീട്ടിൽ പോണം. അമ്മയുടെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ കൊതിയാവുന്നു ചോറ് അല്ലേ? ഓംപ്ലേറ്റ് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വേണ്ട. പരിപാടി കഴിഞ്ഞു. അപ്പൊ എന്താ വിശക്കണം? ഫുഡ് കഴിക്കാണ്ടല്ലോ പോകുന്നത്. അർജന്റായിട്ട് പോന്നാ. പിന്നെ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ തിരിച്ചു കൊടുങ്ങൂർക്ക് എത്തണം. എന്താ ഞാൻ മാങ്ങച്ചാറ്, മീനച്ചാറ്, മാങ്ങച്ചാറ്, മീനച്ചാറ്, മാങ്ങച്ചാറ് സ്മെല്ല്, പുളി, മാങ്ങച്ചാറിന്റെ സ്മെല്ല്. പൊളി. ഇങ്ങനെ മീനച്ചാറ് പൊളിച്ച്. നാൾക്ക് ശേഷം TV ഓൺ ചെയ്യാമോ അല്ലേ? ചോറ് സത്യം പറഞ്ഞ വെള്ളം മാറാനുള്ള ടൈമില്ല. വിശക്കുന്നുണ്ട്. വിശപ്പ് സത്യം പറഞ്ഞ ഈ കറികളൊക്കെ കാണുമ്പോഴാണ്. അതെ. ഇനി മുട്ട പൊരിച്ചോണ്ടില്ലേ? കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എൻ്റെ അമ്മയെ മണം വേണം. വീഡിയോ കാണുമ്പോ മറ്റേ വായതെന്തോ കപ്പലോട്ട പോലെ. അമ്മയുടെ മാങ്ങച്ചാറും ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിൻ്റെ പയറുപ്പേരി ഇട്ടാൽ പരിപാടി. മുട്ടോർത്തതോ? ഇതൊരു പേര് പയറുപ്പേരിടാം. അപ്പുറത്ത് ഇത്ര സാധനങ്ങളാണ് വേറെ പറയുന്നുണ്ടാക്കാൻ. മുതിരി പേര് ആവശ്യമില്ലായിരുന്നു. അന്തസ് മതി. കുടയ്ക്ക ഫാനിട്ടോ. അടിപൊളി പൊളി സാധനം. മീനച്ചാറ് വെച്ചിട്ട് ഇതിങ്ങനെ കുഴയ്ക്കുക. നല്ല ചൂടുണ്ട്. ഇപ്പോൾ പൂതണം.
അപ്പോൾ ഇതന്നല്ലേ എന്നിട്ട് അങ്ങനെ എടുക്കുക. കഴിച്ചു നോക്കിയേ ചൂടോടെ അറിയാം പൊളിച്ചല്ലേ. നമ്മൾ മീനച്ചാറ് കുട്ടികളുടെ ഇഷ്ടം അറിയാം. എങ്ങനെയുണ്ട് ഒന്നുമില്ല, മീൻ എടുക്കാം, പീസ് എടുക്കാം, ഉരുട്ടിയിട്ട് വേറെ ഒന്നും വേണ്ട. സെറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു ഉപ്പേരി ഉണ്ടാക്കിയത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ്. മീൻ ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഇതിനൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അമ്മ ഞങ്ങൾക്ക് പണി കുറക്കാൻ തന്നെയാണ് അമ്മ കൊടുത്തു വെച്ചത്. അടിപൊളി. നടക്കൂല. പുളിയിഞ്ചിയും ഒക്കെ ഉണ്ട്. കുറച്ച് കൂട്ടിയതാ പുളിയിഞ്ചി മാങ്ങാച്ചാറും കൂട്ടി കഴിച്ചിട്ട് വരാം അല്ലേ.